നമസ്കാരം. ഏവർക്കും എല്ലാ ഞായറാഴ്ചകളിലുമുള്ള മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 7, 2025 ഞായർ. അങ്ങനെ നമ്മൾ ഈ മാസത്തെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ഫെഡറൽ റിസർവിന്റെ പോളിസി ഔട്ട്കം, US മാർക്കറ്റുകളുടെ പെർഫോമൻസ് തുടങ്ങി ഒത്തിരിയേറെ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയും. അവയെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. അതിനു മുൻപേ കഴിഞ്ഞ ആഴ്ചയിലെ നമ്മുടെ മാർക്കറ്റിനെ കുറിച്ച് വേഗത്തിൽ ഓടിച്ചു നോക്കിയിട്ട് വരാം. കഴിഞ്ഞ ആഴ്ചയിലും നിഫ്റ്റിക്ക് വീക്ക്ലി ബേസിസ് 0.59% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ സെൻസെക്സിന് 0.16% നഷ്ടത്തോടുകൂടിയും ബാങ്ക് നിഫ്റ്റിക്ക് 0.68% നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. ഈ ആഴ്ചയിലെ നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിനെ മാത്രമല്ല ഗ്ലോബൽ മാർക്കറ്റിന്റെ ഗതിയെയും നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഫെഡറൽ റിസർവിന്റെ മോണിറ്ററി പോളിസിയുടെ ഭാഗമായിട്ട് വരാൻ പോകുന്ന ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ചുള്ള തീരുമാനവും അതിനെ തുടർന്ന് വരാൻ പോകുന്ന ഫെഡ് പ്രസ് കോൺഫറൻസിന്റെ ഭാഗമായിട്ട് ഫെഡ് ചെയർമാന്റെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്ന സ്റ്റേറ്റ്മെന്റുകളുമായിരിക്കും ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ പ്രധാനമായും ഗ്ലോബൽ മാർക്കറ്റിനെ പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാധീനിക്കുക. ഈ വരുന്ന ചൊവ്വാഴ്ച, അതായത് 9-ാം തീയതി ആരംഭിക്കുന്ന ഫെഡ് മീറ്റിംഗിന്റെ ഔട്ട്കം 10-ാം തീയതി രാത്രിയോടുകൂടി തന്നെ പുറത്തു വരും. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ ബുധനാഴ്ച ഓവർനൈറ്റ് പൊസിഷൻസ് ഒക്കെ ക്യാരി ഫോർവേഡ് ചെയ്യുന്നവർ 2 പ്രാവശ്യം ആലോചിച്ചിട്ട് ചെയ്യുക. മാർക്കറ്റും നിക്ഷേപകരും 25 ബേസിസ് പോയിന്റ് കട്ടാണ് ഫെഡ് പോളിസിയുടെ ഭാഗമായിട്ട് പ്രതീക്ഷിക്കുന്നതും. എന്നാൽ മാർക്കറ്റും നിക്ഷേപകരും പ്രതീക്ഷിക്കുന്നത് പോലെ 25 ബേസിസ് പോയിന്റ് കട്ട് നടപ്പിലാക്കുകയാണെങ്കിൽ തുടർന്ന് ഫെഡ് ചെയർമാന്റെ ഭാഗത്ത് നിന്ന് വരാനിരിക്കുന്ന ഇക്കോണമിയെക്കുറിച്ചുള്ള സെൻട്രൽ ബാങ്കിന്റെ കമന്ററിയും വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ ഒത്തിരിയേറെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളും ഈ ആഴ്ചയിൽ കാത്തിരിപ്പുണ്ട്. ഓരോ ദിവസത്തെയും പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകൾ അതാത് ദിവസത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യാം. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം US-ൽ നിന്നും സെപ്റ്റംബർ മാസത്തെ കൺസ്യൂമർ സ്പെൻഡിംഗ് തുടങ്ങി ഒത്തിരിയേറെ പ്രധാനപ്പെട്ട ഡേറ്റകളുടെ റിലീസ് ഉണ്ടായിരുന്നു. കൺസ്യൂമർ സ്പെൻഡിംഗിൽ 0.3% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് എസ്റ്റിമേഷൻ അനുസരിച്ച് തന്നെയാണ് വരികയുണ്ടായത്. പേഴ്സണൽ കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചറും 0.3% കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിന് മാച്ചിങ് ആയ രീതിയിൽ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ഉണ്ടായത്. അതേസമയം PCE പ്രൈസ് ഇൻഡെക്സും ഓഗസ്റ്റിലെ 2.7% നിന്നും 2.8% ഉയർച്ച രേഖപ്പെടുത്തുകയും ഉണ്ടായി. ഇതിനെ തുടർന്ന് വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം US മാർക്കറ്റിന് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഗവൺമെന്റ് ഷട്ട്ഡൌണിനെ തുടർന്ന് കഴിഞ്ഞ മാസങ്ങൾ റിലീസ് ചെയ്യപ്പെടേണ്ടിയിരുന്ന ഈ ഡേറ്റകൾ വെള്ളിയാഴ്ച റിലീസ് ചെയ്തതിന്റെ ഒരു പ്രതിഫലനവും നാളെ ഗ്ലോബൽ മാർക്കറ്റ് എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിലും പ്രതിഫലിക്കും. ഈ ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ 13,807 കോടി രൂപ മൂല്യം വരുന്ന IPOs ആണ് ലൈനപ്പ് ചെയ്തിരിക്കുന്നത് സബ്സ്ക്രിപ്ഷന് വേണ്ടി ഓപ്പൺ ആകാൻ വേണ്ടി. ഇതിൽ പ്രധാനമായും 5 IPOs മെയിൻ ബോർഡിലേക്കും 7 IPOs SME സെഗ്മെന്റിലേക്കുമാണ് ലൈനപ്പ് ചെയ്തിരിക്കുന്നതും. ഇതിനു പുറമെ കഴിഞ്ഞ ആഴ്ച സബ്സ്ക്രിപ്ഷൻ പൂർത്തിയാക്കിയ പ്രധാനപ്പെട്ട IPOകളായ വിദ്യ വയേഴ്സ്, എയ്ക്യൂസ്, മീഷോ തുടങ്ങിയവയുടെ ലിസ്റ്റിംഗും ഈ ആഴ്ചയിൽ നടക്കാനിരിക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യൻ പ്രൈമറി മാർക്കറ്റിന്റെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലുള്ള പ്രകടനം നമ്മുടെ മാർക്കറ്റിന്റെ ഗതിവിധികളെ സാരമായി തന്നെ ബാധിക്കുമെന്നുള്ളതിനാൽ തന്നെ IPO ആക്ഷൻസ് ഒക്കെ കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ചയോടുകൂടി ആരംഭിച്ച ഈ മാസത്തെ ട്രേഡിംഗ് സെഷനിൽ 5 ട്രേഡിംഗ് സെഷനിലും തുടർച്ചയായി വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ സെല്ലിംഗ് തുടരുകയാണ് ഉണ്ടായത്. എന്നിരുന്നാൽ കൂടിയും കഴിഞ്ഞ വെള്ളിയാഴ്ച അവരുടെ ഭാഗത്ത് നിന്നും സെല്ലിംഗ് കുറയ്ക്കുന്ന കാഴ്ചയും കാണുവാനിടയായി. തൽഫലമായി ആകെ വെള്ളിയാഴ്ച 438.90 കോടി രൂപയുടെ സെല്ലിംഗ് അവരുടെ ഭാഗത്ത് നിന്നും വരികയും ഉണ്ടായുള്ളൂ. എങ്കിലും കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷന് കൊണ്ട് 10,403.62 കോടി രൂപയ്ക്ക് സെല്ലിംഗ് നടത്തി വിറ്റൊഴിയുന്ന കാഴ്ചയാണ് കാണുവാനായിട്ട് സാധിക്കുക. അതേസമയം ഈ കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷനിലും ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ വലിയ എമൗണ്ടിന് തന്നെ ബൈയിങ് തുടരുകയുണ്ടായി. 19,785.50 കോടി രൂപയുടെ ബൈയിങ് ആണ് അവരുടെ ഭാഗത്തു നിന്ന് വരികയുണ്ടായത്. ഏകദേശം വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വിറ്റഴിച്ച തുകയ്ക്ക് തത്തുല്യമായി തന്നെ ഇരട്ടിയോളം ബൈയിങ്ങും ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും വരികയും ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നും ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാകാൻ പോകുന്ന നടപടികൾ നമ്മൾ കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ അവരുടെ ഭാഗത്ത് നിന്ന് വന്ന തുടർച്ചയായ സെല്ലിംഗ് നമ്മുടെ മാർക്കറ്റിനെ മുന്നോട്ടുള്ള പോക്കിന് വിഘാതം ഏൽപ്പിക്കുക തന്നെയുണ്ടായി. സോ ഈ വരുന്ന ആഴ്ചയിൽ അവർ ഒന്നെങ്കിൽ സെല്ലിംഗ് കുറയ്ക്കുകയോ സെല്ലിംഗ് നിർത്തുകയോ അത് നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായി തന്നെ മാറും. മറിച്ചാണെങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിനെ സാരമായ തന്നെ രീതിയിൽ ബാധിക്കും. കഴിഞ്ഞ ആഴ്ചയിലും നിഫ്റ്റിക്ക് വീക്ക്ലി ബേസിസിൽ തുടർച്ചയായി അവസാനത്തെ 3-ാമത്തെ ആഴ്ച
ആഴ്ചയിലും 25,840 എന്ന ലെവൽ വീക്ക്ലി ബേസിസിൽ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ കീപ്പ് ചെയ്യുവാൻ സാധിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെയൊക്കെ അഭിപ്രായ പ്രകാരം 26,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് മുകളിലായിട്ട് നിഫ്റ്റിക്ക് നിലനിൽക്കുവാൻ സാധിക്കുന്നിടത്തോളം നിലവിലെ റെക്കോർഡ് ഹൈയിലേക്കും തുടർന്ന് 26,500, 26,600 എന്നീ ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയുമില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ അതിശക്തമായ ഇടിവ് നേരിടേണ്ടി വന്നു. മാത്രമല്ല കഴിഞ്ഞ ആഴ്ചയിൽ തുടർച്ചയായി 3 ട്രേഡിംഗ് സെഷനുകളിൽ, അതായത് ചൊവ്വ, ബുധൻ, വ്യാഴം തുടങ്ങിയ ദിനങ്ങളിൽ ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ ഫ്രഷ് റെക്കോർഡ് ലോയും ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരികയുണ്ടായി. വെള്ളിയാഴ്ച RBIയുടെ ഭാഗത്ത് നിന്ന് വന്ന ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടപ്പിലാക്കിക്കൊണ്ടുള്ള ഡിസിഷൻ വന്നെങ്കിലും അമേരിക്കൻ ഡോളറിനെതിരെയുള്ള ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന ശോഷണത്തിന് ഒരു തടയിടാൻ ആവുകയും ഉണ്ടായില്ല. 60 പൈസയുടെ അല്ലെങ്കിൽ 0.67% ഇടിവാണ് ഇന്ത്യൻ രൂപയ്ക്ക് നേരിടേണ്ടതായിട്ടും വരികയുണ്ടായത്. എങ്കിലും ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച RBIയുടെ ഭാഗത്ത് നിന്നും വന്ന ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തുകൊണ്ടുള്ള തീരുമാനവും അതിനു പുറമെ 1 ലക്ഷം കോടി രൂപയ്ക്ക് ബോണ്ട് വാങ്ങാനുള്ള തീരുമാനം വന്നതിന്റെ ഒരു പ്രതിഫലനം ഈ വരാൻ പോകുന്ന ആഴ്ചയിലും ഇന്ത്യൻ രൂപയുടെ ഉണ്ടാക്കാൻ പോകുന്ന പ്രതിഫലനങ്ങളും നമ്മൾ നോക്കി കാണേണ്ടതായിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ ഒത്തിരിയേറെ കോർപ്പറേറ്റ് ആക്ഷൻസ് നിറഞ്ഞൊരാഴ്ചയാണ് ഈ വരാൻ പോകുന്ന ആഴ്ചയിലും. പ്രത്യേകിച്ച് ഡിസംബർ 9 ഡെക്കാൻ ഗോൾഡ് മൈൻസിന്റെ റൈറ്റ് ഇഷ്യൂവിന്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് പരിഗണിക്കുന്നുണ്ട്. ഇതിനു പുറമെ അടുത്ത വെള്ളിയാഴ്ച 5:1 എന്ന റേഷ്യോയിൽ വെക്ടർ ഫുഡ്സിന്റെ സ്റ്റോക്ക് സ്പ്ലിറ്റിന്റെ റെക്കോർഡ് ഡേറ്റ് ആണ്. ഇതിനു പുറമെ ഭാരത് രസായനത്തിന്റെ 1:1 എന്ന റേഷ്യോയിലുള്ള ബോണസ് ഇഷ്യൂവിന്റെയും 5:1 എന്ന റേഷ്യോയിലുള്ള സ്റ്റോക്ക് സ്പ്ലിറ്റിന്റെയും റെക്കോർഡ് ഡേറ്റ് മാത്രമല്ല, ന്യൂറേക്ക, VLS ഫൈനാൻസ് തുടങ്ങിയ സ്റ്റോക്കുകളുടെ ബൈബാക്കിന്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ടും അടുത്ത വെള്ളിയാഴ്ച തന്നെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. Q2 ഏർണിംഗ്സ് ഒക്കെ കഴിഞ്ഞ് 2 ആഴ്ചയിലേറെ കാലമായി പ്രധാനപ്പെട്ട മറ്റുള്ള കോർപ്പറേറ്റ് ആക്ഷൻസ് ഒന്നും നിലനിൽക്കാതിരുന്ന ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിൽ ഈ പറഞ്ഞ് നടക്കാൻ പോകുന്ന കോർപ്പറേറ്റ് ആക്ഷൻസിന്റെ റിസൾട്ടും നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയെ സാരമായ തന്നെ രീതിയിൽ ബാധിച്ചേക്കാം. കഴിഞ്ഞ ആഴ്ചയിലും അതിന് മുൻപത്തെ ആഴ്ചയുമായി തുടർച്ചയായി 2 ആഴ്ചയിലും ഇന്ത്യ വിക്സ് തുടർച്ചയായി ഇടിവ് രേഖപ്പെടുത്തി. തൽഫലമായി കഴിഞ്ഞ ആഴ്ചയിലും വീക്ക്ലി ബേസിസിൽ 11.1% ഇടിവ് ഇന്ത്യ വിക്സിനും നേരിടേണ്ടതായിട്ട് വന്നു. തൽഫലമായി 1.5 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലായിട്ട് ഇന്ത്യ വിക്സിനും ക്ലോസിംഗ് രേഖപ്പെടുത്തുവാനായി. അവസാന 2 ആഴ്ച കൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ നിഫ്റ്റിക്കും സെൻസെക്സിനും ബാങ്ക് നിഫ്റ്റിക്കൊക്കെ ഇന്ത്യ വിക്സ് കൂൾ ഓഫ് ആയപ്പോൾ ഫ്രഷ് റെക്കോർഡ് ഹൈകളും ക്രിയേറ്റ് ചെയ്യുവാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും ഇന്ത്യ വിക്സ് കൂൾ ഓഫ് ആവുകയോ അല്ലെങ്കിൽ സ്റ്റഡി ആയിട്ട് തന്നെ നിലനിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിനും ഗുണകരമായി തന്നെ മാറും. ഈ പറഞ്ഞ ഘടകങ്ങളെയൊക്കെ ആശ്രയിച്ചിരിക്കും വരാൻ പോകുന്ന ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയും. ഇനി നമുക്ക് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ITC ഹോട്ടൽസ്, ബ്രിട്ടീഷ് അമേരിക്കൻ ടുബോക്കോ ITC ഹോട്ടലിന്റെ 9% വരുന്ന ഓഹരികൾ 3,800 കോടി രൂപയ്ക്ക് വിറ്റൊഴിയുകയുണ്ടായി. എന്നാൽ അതേസമയം ബാക്കി വന്ന 6.3% വരുന്ന ഓഹരികൾ നിലനിർത്തുകയും ചെയ്യുകയുണ്ടായി. അതേസമയം തന്നെ HCL ക്യാപിറ്റൽ 7% വരുന്ന ഓഹരികളും സ്വന്തമാക്കുകയുണ്ടായി. വേക്ക്ഫിറ്റ് ഇന്നോവേഷൻസ് നാളെ ഡിസംബർ 8 IPO സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ഓപ്പൺ ആകും. 185 രൂപ മുതൽ 195 രൂപ പെർ ഷെയർ എന്ന നിലയിലായിട്ടാണ് പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഡിസംബർ 10, 2025 ആണ് സബ്സ്ക്രിപ്ഷനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ്. ഇൻഡിഗോ കമ്പനിയുടെ CEO ആയ പീറ്റർ എൽബേഴ്സിന് DGCAയുടെ കാരണം കാണിക്കൽ നോട്ടീസ് ലഭിക്കുകയുണ്ടായി. ഫിനോ പേയ്മെന്റ്സ് ബാങ്ക് ചെറുകിട ധനകാര്യ ബാങ്കായി മാറുവാൻ RBIയുടെ അനുമതി ലഭിക്കുകയുണ്ടായി. മാർക്ക് ടെക്നോ പ്രൊജക്ട്സ് ഡിസംബർ 9, 2025 3 PM കമ്പനിയുടെ ബോർഡ് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ AI പ്രാപ്തമാക്കിയ 2000 ലാപ്ടോപ്പുകളുടെ സംഭരണത്തിനും വിതരണത്തിനുമായുള്ള പ്രൊജക്ട് ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായി പ്രവർത്തിക്കുവാൻ വേണ്ടി വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് സമ്മതപത്രം ലഭിക്കുകയുണ്ടായി. 2026 മാർച്ച് 4-നകം ഉത്തരവ് നടപ്പിലാക്കുകയും ചെയ്യും. അസൂർ മൾട്ടി പ്രോജക്ട്സ് 235.4 കോടി രൂപ വരുന്ന പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ഏവർക്കും നല്ല ഒരു സായാഹ്നം ആശംസിക്കുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.